പ്രൈസ് ലോർഡ്. ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, സ്വന്തം വഴികൾ തിരഞ്ഞെടുക്കുന്നു. പക്ഷെ ഒരു സത്യമുണ്ട്, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ദൈവം നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല. കർത്താവിന്റെ വചനം ലൂക്കോസ് 15-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ ഒരു ശക്തമായ ഊമയാണ് മുടിയനായ പുത്രന്റെ കഥ. ഒരിക്കൽ ഒരു അപ്പൻ 2 മക്കളുണ്ടായിരുന്നു. ഇളയ മകൻ തന്റെ അവകാശം മുൻകൂട്ടി വാങ്ങി വീട് വിട്ട് ലോകസുഖങ്ങൾ തേടിപ്പോയി. പണം ഉണ്ടായിരുന്നു, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവമില്ലാത്ത സന്തോഷം അധിക നാൾ നിലനിന്നില്ല. പണം തീർന്നു, സുഹൃത്തുക്കൾ വിട്ടുപോയി, വിശപ്പും ഏകാന്തതയും മാത്രം ബാക്കിയായി. ഒരിക്കൽ രാജകുമാരനെ പോലെ കഴിഞ്ഞവൻ ഇന്ന് പന്നികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥയിലെത്തി. അപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന് എത്ര ദൂരെയാണ്. ഇതൊരു മകന്റെ കഥ മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഓരോ മനുഷ്യന്റെയും കഥയാണ്. പാപം ആദ്യം സ്വാതന്ത്ര്യം പോലെ തോന്നും, പക്ഷേ അവസാനം ശൂന്യത മാത്രം നൽകും. ലോകം പറയുന്നു, നീ തെറ്റ് ചെയ്താൽ നീ അവസാനിച്ചു. എന്നാൽ യേശു പറയുന്നത്, നീ തിരികെ വന്നാൽ ഞാൻ നിന്നെ ചേർത്തു പിടിക്കും. മകൻ തിരികെ വരുമ്പോൾ അപ്പൻ കോപത്തോടെ കാത്തിരുന്നില്ല. അപ്പൻ ഓടി വന്ന് മകനെ കെട്ടിപ്പിടിച്ചു. അതേപോലെയാണ് ദൈവത്തിന്റെ ഹൃദയവും. ഇന്ന് നീ ക്ഷീണിച്ചിരിക്കാം, പാപത്തിൽ വീണിരിക്കാം, ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കാം. പക്ഷെ നിന്റെ തിരിച്ചു വരവിനായി സ്വർഗത്തിലെ പിതാവ് ഇന്നും കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഓർക്കുക, ഒറ്റ പ്രാർത്ഥന, ഒറ്റ മനസ്സ്, ദൈവമേ ഞാൻ തിരിച്ചു വരുന്നു എന്ന വാക്ക്. കാരണം നമ്മുടെ തെറ്റിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ സ്നേഹം.